അങ്ങാടിയിൽ മീറ്റിംഗ് കൂടുന്ന കാലഘട്ടമാണ്. എന്തിനാ? രാഷ്ട്രീയക്കാരെ പോലും നാണം കെടുത്തുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ പള്ളി ഭരിക്കാനോ, അള്ളാഹുവിന്റെ പള്ളി ഭരിക്കാനോ. നഊദു ബില്ലാഹ്. സ്ഥാനം ചോദിച്ചു വാങ്ങൽ അത് ഖൈറല്ല, അതിൽ ബറക്കത്തില്ല. അതെത്ര വലിയ ആളാണെങ്കിലും അതിനു വേണ്ടി പണിയെടുത്തിട്ട് നീ അള്ളാന്റെ പള്ളിക്ക് ഖിദ്മത്താണെന്ന് കരുതണ്ട. എത്രയെത്ര നാടുകളിൽ എന്തൊക്കെ മോശങ്ങളാ. പണം കൊടുത്തിട്ട് കമ്മിറ്റിയിൽ കയറുക, കൈക്കൂലി കൊടുത്തിട്ട് കമ്മിറ്റിയിൽ കയറുക, ആളുകൾക്ക് പാർട്ടി കൊടുത്തിട്ട് പ്രസിഡന്റ് ആവുക, ആളുകൾക്ക് പണം കൊടുത്ത് പ്രസിഡന്റ് ആവുക, ഓഫർ നൽകിയിട്ട് പ്രസിഡന്റ് ആവുക, കമ്മിറ്റി മെമ്പർ ആവുക, സെക്രട്ടറി ആവുക, ഖജാൻജി ആവുക. ഇതെല്ലാം നല്ല പരിപാടിയല്ല. ഖാലിഖായ റബ്ബിന്റെ ഭവനോ, ആ ഭവനത്തിൽ ഏറെക്കുറവ് വന്നാൽ, കണക്കിൽ ഏറെക്കുറവ് വന്നാൽ, ജമാഅത്തിൽ അനാചാരം നടന്ന, പട്ടിണി കടന്ന് പെണ്ണ് വ്യഭിചരിക്കാൻ പോയാൽ, നാടുകളിൽ കല്യാണ വീടുകളിൽ ആർഭാടങ്ങളായ കല്യാണ വീടുകളിൽ ഡാൻസും പാട്ടുകളും കള്ളും കഞ്ചാവുമായ, അല്ലാഹുവോട് ഉത്തരം പറയേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത് വലിയ ഉത്തരവാദിത്വമാണ്. അവസാനം സ്വർഗത്തിൽ പോകുന്ന പ്രവാചകൻ ആരാണോ? നബിയുല്ലാഹി സുലൈമാൻ. എന്തെന്നറിയോ? ലോകം മടക്കി ഭരിച്ചതിന്റെ കാരണത്താൽ 1,00,000 ചില്ലാനം അംബിയാ മുർസലീങ്ങളിൽ അവസാനം സ്വർഗത്തിൽ പോകുന്ന നബിയാ. അല്ലാഹു അനുഗ്രഹിച്ച ആളല്ലേ, അല്ലാഹു സ്ഥാനം കൊടുത്ത ആളല്ലേ, കാറ്റിലൂടെ സഞ്ചരിച്ച ആളല്ലേ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളല്ലേ, അല്ലാഹ്ക്കും വേണ്ടി എല്ലാം ദാനം ചെയ്തവരല്ലേ. പക്ഷേ അവിടേക്ക് കിട്ടിയ സ്ഥാനമാനത്തിന്റെ പേരില്, അവർക്ക് കിട്ടിയ ഉത്തരവാദിത്വത്തിന്റെ പേരില്, അവർക്ക് കിട്ടിയ രാജാധികാരത്തിന്റെ പേരില് മഹ്ശറയുടെ തിരുമുറ്റത്ത് അംബിയാ മുർസലീങ്ങളിൽ അവസാനത്തെ ആളായില്ലയോ? പള്ളി പ്രസിഡന്റ് ആകുന്നത് ചെറിയ പ്രവൃത്തിയല്ല, ചെറിയ ഉത്തരവാദിത്വമല്ല. കമ്മിറ്റി മെമ്പറാകുന്നത്, സെക്രട്ടറി ആകുന്നത്, ഖജാൻജിയാകുന്നത് ഇത് രാജകീയ പട്ടമല്ല, ഇത് പരീക്ഷണമാണ്. കുല്ലുക്കും മസ്ഊൽ. അല്ലാഹു നാളെ മഹ്ശറയുടെ മുറ്റത്ത് ആയിരക്കണക്കിന് കൊല്ലം നിർത്തിയിട്ട് ജമാഅത്തിന്റെ വിഷയത്തിൽ ചോദ്യം ചെയ്യുമ്പോ, പള്ളിയുടെ വിഷയത്തിൽ ചോദ്യം ചെയ്യുമ്പോ, ജമാഅത്തുകാർ പട്ടിണി കടന്നത് ചോദ്യം ചെയ്യുമ്പോ, ജമാഅത്തിൽ കൂടാട്ടമുണ്ടായത്, ഡാൻസ് നടന്നത്, കല്യാണ വീട്ടിൽ പാട്ട് നടന്നത്, ഹറാമുകൾ നടന്നത്, എല്ലാത്തിനും ഉത്തരം പറയേണ്ടവരാ ഈ കമ്മിറ്റിക്കാരെന്നല്ല, എല്ലാ കമ്മിറ്റിക്കാർക്കും വലിയ ഉത്തരവാദിത്വമാണ്. ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കൽ മാത്രമല്ല, ഉസ്താദന്മാരെ പേടിപ്പിക്കൽ മാത്രമല്ല, ഉസ്താദന്മാരെ വെറുപ്പിക്കൽ മാത്രമല്ല, കൊല്ലമാകുമ്പോ പിരിച്ചുവിടൽ മാത്രമല്ല, അവരാക്ഷേപിക്കൽ മാത്രമല്ല, ഇതൊന്നും അവരുടെ ഡ്യൂട്ടിയല്ല. റമളാൻ മാസത്തിൽ ചില കമ്മിറ്റിക്കാർ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞപാട് ലൈറ്റ് ഓഫ് ചെയ്യണം ഉസ്താദ്, ഫാൻ ഓഫ് ചെയ്യണം ഉസ്താദ്, പള്ളിന്റെ കരണ്ടല്ലേ, പള്ളിന്റെ ഫാനല്ലേ, ഈ പള്ളിന്റെ ഫാന് ഇത് നിസ്കരിക്കാനുള്ളവർക്കാ, പള്ളിയുടെ ലൈറ്റ് ഖുർആൻ ഓടാനുള്ളവർക്കാ. ഇമാമ് ജമാഅത്ത് കഴിഞ്ഞ ഫാൻ ഇടാൻ പാടില്ലെന്ന നിയമമുണ്ട് ചില പള്ളികളിൽ. ഇമാമ് ജമാഅത്ത് കഴിഞ്ഞാൽ സ്വിച്ച് ബോർഡ് തൊട്ടുപോകരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ചില പള്ളികളിൽ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ പള്ളികളിൽ നിസ്കാരത്തെ തൊട്ടും ദിക്റിനെ തൊട്ടും മടങ്ങുന്ന ആ മുടക്കുന്നവനേക്കാളും വലിയ അക്രമി ആരാ? അതുകൊണ്ട് മുഅ്മിനേ,
പള്ളി പരിപാലിക്കൽ ചെറിയ വിഷയമല്ല. ഖാലിഖായ റബ്ബിന്റെ മുമ്പില് നാട്ടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവർ, ചോദിച്ചു വാങ്ങിയവർ കൈകടിക്കേണ്ടി വരുന്നൊരു ദിവസമാ. ചോദിച്ചു വാങ്ങിയവർ, വോട്ട് നടത്തി വാങ്ങിയവർ, പണം കൊടുത്തു വാങ്ങിയവർ, ആ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോരാടിയവർ, അവരെല്ലാം ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയാ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് വഫാത്തായിട്ട് കാലങ്ങൾക്ക് ശേഷമാണ് സയ്യിദുനാ ഉമർ തങ്ങളെ സ്വപ്നം കണ്ടയാളോ. ആള് ചോദിക്കല്ല, ഉമർ തങ്ങളെ ഇത്ര കാലമായിട്ട് വിവരമൊന്നുമില്ലല്ലോ, ഇത്ര കാലമായിട്ട് ഒരു വിവരവും വന്നില്ലല്ലോ. ആരാ ഉമർ തങ്ങൾ? ആരാ? ഉമറും ഫിൽ ജന്ന, എന്റെ ഉമർ എന്റെ കൂടെ സ്വർഗത്തിലാ. നാളെ മഹ്ശറിലെത്തിയ ആദ്യം വലത്തെ കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന മഹാൻ ആരാ? ഉമർ ഫാറൂഖ്. ഏതുവരെ എന്നോ ഒരു ചെറുപ്പക്കാരൻ തെറ്റ് ചെയ്തപ്പോ അറിയാതെ ഒന്ന് പെട്ടെന്നടിച്ചുപോയി. തിരിച്ചു വന്നിട്ട് പറയാ, മോനെ ഉമർ നിന്നെ അടിച്ചുവല്ലോ, ഉമറിന് തിരിച്ചടിക്കുമോ പൊന്നുമോനെ? ഉമറിനെ തിരിച്ചടിക്കാൻ ചോദിക്കുകയാ. ഉമർ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ തിരിച്ചടിക്കുന്നില്ല, തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ അടിച്ചു പോയത്, സാരമില്ല. ഉമർ തങ്ങൾ പറയാ, അല്ല മോനെ, ഖാലിഖായ റബ്ബിന്റെ മഹ്ശറിലേക്ക് മാറ്റിവെക്കാട് മാപ്പ് തരണേ മോനെ. പൊന്നുമോൻ ആ ചെറുപ്പക്കാരൻ പറയാ, ഞാൻ മാപ്പ് നൽകി തങ്ങളെ. നേരെ വീട്ടിലേക്ക് പോയി ചാട്ടവാറ് കയ്യിൽ പിടിച്ചിട്ട്, ചാട്ടി എന്ന് പറയാറില്ലേ നമ്മള്, ചാട്ടവാറ് കയ്യിൽ പിടിച്ചിട്ട് പുറത്തേക്ക് ആഞ്ഞടിക്കുകയാ. പുറത്തിൽ നിന്ന് രക്തം വരികയാ, പൊട്ടി പൊട്ടി കരയുകയാ. ആരാ? യബ്ന ഖത്താബ്, ഖത്താബിന്റെ മോനെ. കുന്ത ലൈഫാ, നീ ആർക്കും വേണ്ടാത്തവനായിരുന്നില്ലേ. അല്ലാഹു നിനക്ക് ഇസ്സത്ത് തന്നില്ലേ, അല്ലാഹു നിന്നെ ഫജഅലക ഖലീഫ, അല്ലാഹു നിന്നെ ഖലീഫയാക്കിയില്ലേ, അല്ലാഹു നിന്നെ ഖലീഫയാക്കിയില്ലേ. ഖത്താബിന്റെ മോനെ, അഹങ്കാരം വന്നുപോയോ? നാളെ മഹ്ശറിലെത്തിയിട്ട് ഉമറേ നിന്നോട് ചോദിച്ചാൽ നീ എന്ത് മറുപടി പറയും ഉമറേ? ചോദിച്ചിട്ട് ചാട്ടവാറ് കൊണ്ട് പുറത്തടിച്ച് രക്തം വരുത്തിട്ട് ദിവസങ്ങളോളം രാത്രി ഉറങ്ങാതെ കരഞ്ഞ ആ മഹാനിന്റെ മരണശേഷം സ്വപ്നത്തിൽ കണ്ടയാള് ചോദിക്കുകയാ, അല്ല ഉമർ തങ്ങളെ, ഇത്ര കാലമായിട്ട് കണ്ടില്ലല്ലോ. ഉമർ തങ്ങളുടെ മറുപടി കേൾക്കണോ? മോനെ, ഞാൻ ഖലീഫയായിരുന്നപ്പോ ആ നാട്ടില് ഒരു ആട്ടുംകുട്ടിയുടെ കാല് ഒരു പാലത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. ആ ആട്ടുംകുട്ടിക്ക് സങ്കടായിട്ടുണ്ട്. ആട്ടുംകുട്ടിയെ നോക്കാൻ ആരുണ്ടായില്ല. ഒരുപാട് സമയോ ആട്ടിന്റെ കാൽ കുടുങ്ങിയിട്ട് അവിടെ ബാക്കിയായിട്ടുണ്ട്. ഖാലിഖായ റബ്ബ് എന്നോട് അതിനെപ്പറ്റി ചോദിച്ചത് ഇത്ര കൊല്ലക്കാലം അല്ലാഹു എന്നോട് അതിനെപ്പറ്റി ചോദിച്ചതാ, മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഖലീഫയായ കാലഘട്ടത്തില് ഒരു ആട്ടുകുട്ടിക്ക് വന്ന വിഷമത്തിന്റെ പേരില്, സങ്കടത്തിന്റെ പേരില് ഒരുപാട് ചോദ്യം ചെയ്യപ്പെട്ടില്ലയോ? ആരാ ചോദ്യം ചെയ്തത്? എന്റെ കൂടെ സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞ അന്ത മിന്നീ യാ ഉമർ അന മിൻക യാ ഉമർ. ഉമറേ, ഹബീബ് തങ്ങളുടെ ഇഷ്ടക്കാരനല്ലയോ?
ഹബീബ് തങ്ങളെ പിരിസക്കാരനല്ലയോ? സ്വർഗത്തിലേക്ക് ഹബീബ് തങ്ങളുടെ കൂടെ പോകുന്ന ആളല്ലയോ? സ്വർഗത്തിൽ ഹബീബ് തങ്ങളുടെ കൂടെ കിടക്കേണ്ട ആളല്ലയോ? അവരാ പറയുന്നത് ഖലീഫയായ സമയത്ത് ഒരാട്ടുകുട്ടിയുടെ കാല് കുടുങ്ങിയതിന്റെ പേരില് ഞാൻ സങ്കടത്തിലായിട്ടോ. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ നല്ലോണം ആലോചിക്കണം, നല്ലോണം ചിന്തിക്കണോ. അള്ളാന്റെ പള്ളിയുടെ വിഷയം കൈകാര്യം ചെയ്യുമ്പോ നല്ല സൂക്ഷ്മത വേണേ, താറുമാറാവല്ല. പള്ളിയുടെ പണം തിരിച്ചു കളയല്ല, പള്ളിയുടെ വസ്തുക്കൾ തിരിച്ചു വെക്കല്ല. അല്ലാഹുവിന്റെ ഭവനത്തിന്റെ ഉത്തരവാദിത്വം അടമുറ പോലെ വീട്ടാടെ പോയാൽ വലിയ ശാപമാണ്. അതിന്റെ നോട്ടക്കാരൻ അല്ലാഹുവാ, അതിന്റെ ഉത്തരവാദികൾ മലക്കുകളാ, അതിന്റെ നോട്ടക്കാർ സ്വാലിഹീങ്ങളാ. റബ്ബിന്റെ ഭവനം വളർന്നു വരുമ്പോ പള്ളിയുള്ളവരും ശരി ഇല്ലാത്തവരും ശരി എല്ലാവരോടും ചോദ്യമുണ്ട്, മറന്നുപോകല്ല. ചില ഇടങ്ങളിലുണ്ട് പള്ളിയുടെ അക്കൗണ്ടിലെ പണമെടുത്ത് മറിച്ച് കച്ചവടം ചെയ്യുന്നവർ, തിരിച്ചു കൊടുക്കുന്നവർ, അത് കടമായി എടുക്കുന്നവർ, എടുത്തിട്ട് മറ്റുള്ള ആവശ്യം പാടില്ല. മുഅ്മിനേ, റബ്ബിന്റെ ഭവനത്തിന്റെ ഒരു നാലാള പോലോ അല്ലാഹുവിന്റെ ദീനിന്റെ അല്ലാഹുവിന്റെ പള്ളിയുടെ അതിൽ യാതൊരുവിധ കലർപ്പും വന്നുപോയാ ഖബറിൽ കടക്കാൻ സുഖമുണ്ടാവൂല, മഹ്ശറയിൽ ഉത്തരം കിട്ടൂല. അല്ലാഹുവേ നീ കാക്കണം അല്ലാഹ്. മുഅ്മിനീങ്ങളെ പള്ളിക്ക് വേണ്ടി ധാരാളം സദഖ ചെയ്യണം. ലോകം മടക്കി വരിച്ച നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ഞാൻ ഇവിടുത്തുകാരെന്ന് പറഞ്ഞല്ലോ, എല്ലായിടത്തും ഭൂരിപക്ഷം പള്ളികളിലും കുഴപ്പാണ്, ഭൂരിപക്ഷം കമ്മിറ്റിയിലും കുഴപ്പാണ്, ഭൂരിപക്ഷം നാട്ടിലും കുഴപ്പാണ്. എന്നിട്ട് നാണം കെട്ട രൂപത്തിൽ നമ്മുടെ സമുദായത്തിന്റെ കമ്മിറ്റിയുടെ ഭിന്നിപ്പ്, കാഫിരീങ്ങള്, പഞ്ചാധിക എവിടെ വലിയ വലിയ കാഫിരീങ്ങളുടെ വീട്ടിൽ, പോലീസ് സ്റ്റേഷനിൽ ഒക്കെ പഞ്ചാധികയാണ്. പള്ളി പരിഹാരത്തിന്റെ കേന്ദ്രമാണ്, പള്ളി പ്രശ്നത്തിന്റെ കേന്ദ്രമല്ല, പള്ളി കുഴപ്പത്തിന്റെ കേന്ദ്രമല്ല. ഉള്ള ആളുകളുടെ മദീന പള്ളി ആ നാട്ടുകാരുടെ മുഴുവനും പ്രശ്നത്തിന്റെ പരിഹാര കേന്ദ്രമാണ്. പള്ളിയിലൂടെ പരിഹരിച്ചെടുക്കുകയാണ്. പള്ളിയെ തൊട്ടൊരാളെയും ദൂരത്താക്കരുത്, തെമ്മാടികളെയും പഠിപ്പിക്കണം, കഞ്ചാവുകാരെയും പഠിപ്പിക്കണം, തെമ്മാടികളെ വിളിച്ചിട്ട് അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കണം. ദൂരത്താക്കുകയല്ല വേണ്ടത്, അടുപ്പിച്ചിട്ട് അവരെ നന്നാക്കി എടുക്കാനുള്ള ശ്രമം പള്ളിയിലൂടെ ഉണ്ടാകണം. അല്ലാഹു നീ തൗഫീഖ് നൽകണം. അല്ലാഹ്. നബിയുല്ലാഹി സുലൈമാൻ നിർത്തുകയാണ്. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബൈത്തുൽ മുഖദ്ദസ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയായി. എല്ലാവരും സഹായിക്കണമെന്ന് പറഞ്ഞു നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. എല്ലാവരും സഹായിക്കണമെന്ന് പറഞ്ഞു. സുലൈമാൻ നബിക്ക് ഇതൊന്നും ആവശ്യമില്ല. ഒറ്റക്ക് പള്ളി ബൈത്തുൽ മുഖദ്ദസ് കെട്ടാൻ മതിയായ സമ്പത്തും അധികാരവും അധികാരമൊക്കെ ഉള്ള ആളാണ് നബിയുല്ലാഹി സുലൈമാൻ. പക്ഷെ പള്ളി അങ്ങനെ കെട്ടിയില്ല. അറബിന്റെ പള്ളിനെക്കാട്ടി ബറക്കത്ത് നമ്മുടെ നാട്ടിൽ നമ്മളെ പള്ളിക്കാണ്. നമ്മളിങ്ങനെ അറബിന്റെ പള്ളി അനർബിന്റെ പള്ളിയാണ് വേണ്ടത്. അള്ളാഹു നമുക്ക് ഇത്രയൊക്കെ നിയമത്ത് തന്നിട്ട് നമ്മൾ പിന്നെയും എല്ലാവരും ചോദിക്കുക, എല്ലാവരുടേതുണ്ടാകണം. ജമാഅത്തിലെ ഓരോ വീട്ടുകാരന്റെയും സദഖ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ഉണ്ടാകണം. അതിലാണ് ബറക്കത്ത്. അതിന്റെ ബറക്കത്ത് ഒരു അറബിന്റെ ഉപ്പാന്റെ പള്ളിയാണെങ്കിലും ആ ബറക്കത്ത് ഇല്ല, ആ ബറക്കത്ത് കിട്ടൂല. അതിന്റെ പാരമ്പര്യമാണ് ബൈത്തുൽ മുഖദ്ദസ് കെട്ടുമ്പോ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം എല്ലാവരും സദഖ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും കൊണ്ടുവരണം സദഖ, എല്ലാവരും സദഖ കൊണ്ടുവരണം. എല്ലാവരും സദഖ കൊണ്ടുവന്നു. പള്ളിക്ക് സദഖ ചോദിക്കുന്നതിന് നാണക്കേടാവണ്ട. കമ്മിറ്റിക്കാർ നിങ്ങൾ ആവശ്യത്തിനല്ലല്ലോ, പള്ളിക്ക് വേണ്ടി എല്ലാ വീട്ടുകാരോടും ചോദിക്കണം. ഓരോ പണിയെടുക്കുന്ന ചെറുപ്പക്കാരനോടും ചോദിക്കണം, ഓരോ പ്രവാസിയോടും ചോദിക്കണം. അവന്റെ വകയിൽ ഒരു എമൗണ്ട്, അത്ര ഇത്ര എന്നല്ല. വേർത്തൊളിച്ചിട്ട് നിർത്താനാവുമ്പോ അല്ലെ പോവാനാവുമ്പോ കാറ്റിട്ടിട്ടേക്കാണ്. അൽഹംദുലില്ലാ ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ. അൽഹംദുലില്ലാ ഞാൻ കണ്ടിട്ടില്ല ഫാൻ പറയുന്ന അർജന്റ്. നല്ല സുഖമുണ്ട്, നല്ല കാറ്റ്.
സുലൈമാൻ നബി മഞ്ഞുമാണ്. എക്സാമിന്റെ സമയങ്ങൾ അടുത്ത് വരികയാണ്. കുറച്ചും കൂടി പറയാം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാരും ബൈത്തുൽ മുഖദ്ദസ് കെട്ടാൻ വേണ്ടി പൈസ കൊണ്ടുവന്നു. ആരാ? ലോകം അടക്കി ഭരിച്ച നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ആവശ്യമുണ്ടോ? ഇല്ല. ലോകം അടക്കി ഭരിച്ച വലിയ കോടീശ്വരനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. നിങ്ങൾ ചോദിക്കരുത് കമ്മിറ്റിയിലുണ്ടല്ലോ പൈസക്കാർ, അവർക്ക് ഇട്ടം കണ്ട ഞങ്ങൾ അല്ല. നിങ്ങൾ ജമാഅത്ത് ആരാണോ? നിങ്ങൾ ഈ പള്ളിന്റെ കാട്ടിൽ കിടക്കേണ്ടവരാണോ? ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും സഹായിക്കുക. നല്ല സംഭാവന, നല്ല സംഭാവന. പെണ്ണുങ്ങളെ ഭാഗത്തേക്കാ പോയിട്ട് വന്നതാ? ആണുങ്ങൾ മുസാഫയത്തിൽ, പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ്. ഇനി ഇതൊന്നുമല്ല, നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്ന ഇതൊന്നുമല്ല. നിങ്ങളെല്ലാ ഉമ്മാവും എല്ലാ ഉപ്പാവും നിങ്ങളെല്ലാ മക്കളോടും പറയണം ഒരംശം നിങ്ങളുടെ ജീവിതത്തിൽ 1 മാസത്തെ ശമ്പളം, ഒരു 15 ദിവസത്തെ ശമ്പളം, നല്ല ശമ്പളം ഉള്ളത്ര 1 മാസത്തെ ശമ്പളം, അത്ര എന്റെ പള്ളി, എന്റെ 15 ദിവസത്തെ ശമ്പളം, അല്ലെങ്കിൽ എന്റെ സ്വർണം. ഇങ്ങനെ ഉമ്മയും ഉപ്പയും മക്കളോട് പറയുക, മോനെ എന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ എപ്പോഴും ദ്വാരക്കാം. നമ്മളെ പള്ളി വിചാരിച്ചതിനെ കാട്ടി വേഗം പൂർത്തിയാണ്. നമ്മളെ പള്ളി ആരെ പള്ളിയല്ല, കമ്മിറ്റിക്കാരുടെ അല്ല പള്ളി, ഉസ്താദ്മാർക്കും അല്ല പള്ളി. പള്ളി ആരതാണ്? അള്ളാഹുവിന്റെ. നമ്മളൊക്കെ അള്ളാന്റെ അടിമകളാണ്. നമ്മളുടെ പള്ളി അങ്ങനെ പറയണം. കമ്മിറ്റിക്കാരെ പള്ളി, ഓറ പള്ളി എന്ന് പറയാൻ തുടങ്ങിയത് മുതലാണ് പള്ളിയിൽ കുഴപ്പം തുടങ്ങിയത്. പണ്ട് അള്ളാന്റെ പള്ളി മാത്രം ഉണ്ടാകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ അല്ലേ കമ്മിറ്റിക്കാർക്ക് പേരായി, ഉസ്താദന്മാർക്ക് പേരായി. ഏതുമാകട്ടെ, നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു എല്ലാവരും സദഖ കൊണ്ടുവരണം. എല്ലാവരും വലിയ സദഖകൾ കൊടുത്തു. ഒരു ഉമ്മ നടന്നു വരിക, ആ ഉമ്മാക്ക് ജോലിയില്ല, ആ ഉമ്മാക്ക് സ്വത്തുക്കളില്ല, ആ ഉമ്മാക്ക് മക്കളില്ല. ഉമ്മ ഓടി വരിക. ഒരു ദിവസമാണ് സദഖ സ്വീകരിക്കുന്ന ദിവസം. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം ഇരിക്കുന്നുണ്ട്. മുത്തുമുഅ്മിനീങ്ങളെ, കമ്മിറ്റിക്കാർ വരുമ്പോൾ അവരെ ചീത്ത പറഞ്ഞു വിടരുത്, അവരെ ആക്ഷേപിക്കരുത്, അവരെ കുറ്റം പറയരുത്. അവർ ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കുന്നവരല്ല. അവർ നല്ല നിയത്തോടെ ചെയ്യുകയാണെങ്കിൽ, ഇഖ്ലാസോടെ ചെയ്യുകയാണെങ്കിൽ, തഖ്വയോടെ ചെയ്യുകയാണെങ്കിൽ അവർക്കുള്ള സ്വർഗത്തിലേക്കുള്ള വഴിയാ. അതുകൊണ്ട് അവരെ ആക്ഷേപിക്കരുത്. പിരിവെടുക്കുകയാ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. എല്ലാരും പിരിവെടുത്ത്, എല്ലാരും കൊടുത്ത് ഒരു ഉമ്മ ഓടി വരികയാ. യാ നബിയല്ലാഹ്, ഓ സുലൈമാൻ നബിയേ, എന്റെ സദഖയുണ്ട്. എന്താ? ആ ഉമ്മ വന്നിട്ട് കൊടുക്കുക. ഇന്ന് എനിക്ക് കിട്ടിയതിൽ എന്റെ ബാക്കി ഇതാ. സുലൈമാൻ നബി അലൈഹിസ്സലാം നോക്കുമ്പോഴെന്താ? ഒരൊറ്റ വിത്ത്, ഒരു ഹബ്ബ, ഒരു വിത്ത്. വിത്ത് എന്ന് പറഞ്ഞാല് ചിലപ്പോ അത് കടലയാകാം, എന്തുമാകാം. ഒരൊറ്റ വിത്ത്, ഒരു വിത്തേ ഉള്ളൂ. ഞാനും അതിൽ ഷെയറുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് കെട്ടുമ്പോ എന്റെ സദഖ ഇല്ലാതെയാവില്ലല്ലോ, എനിക്കും കൂലി വേണമല്ലോ. നബിയായിട്ടുള്ളവരെ, എനിക്ക് ജോലിയില്ല, എനിക്ക് സമ്പത്തില്ല, എന്നിൽ ഒരുപാടില്ല. എന്നിൽ ഇത് കിട്ടിയതിൽ ബാക്കി ഇത് മാത്രമാണ് നബിയേ. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം ആ ഉമ്മാക്കും അല്ലാഹുവിനോട് ദുആ ചെയ്തില്ലയോ? ഉമ്മാന്റെ സദഖയും സ്വീകരിച്ചില്ലയോ? അതുകൊണ്ടില്ലേ എല്ലാവരും അവരവർക്കുള്ളത് അല്ലാഹുവിന്റെ ഭവനത്തിന് നൽകണേ. നൽകാതെ പോകല്ല. പള്ളികളിൽ ആയിരക്കണക്കിന് മാലാഖമാർ അവർ സുജൂദ് ചെയ്യുന്ന ഇടമാ. ചിന്മക്കളെ സുജൂദ് ചെയ്യുന്ന ഇടമാ. എല്ലാം വളരെ മനോഹരമാകാം. ഖബർ വിശാലമാകണോ, മഹ്ശറയിൽ രക്ഷപ്പെടണോ. അല്ലാഹുവിന്റെ പള്ളിയുടെ കാര്യം നീ ഏറ്റെടുത്തോ.
അള്ള തന്നതിൽ ലക്ഷങ്ങൾ പൊടി പൊടിച്ചിട്ട് വീടുണ്ടാക്കിയില്ലേ, വാഹനം വാങ്ങിയില്ലേ, മൊബൈലുകൾ മാറി മാറി വാങ്ങിയില്ലേ, ഒരുപാട് ഫർണിച്ചറുകൾ, ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഫർണിച്ചറുകൾ വീടിനെ മോടി പിടിപ്പിച്ചില്ലേ, ഡെക്കറേഷന് എല്ലാം ചെലവഴിച്ചില്ലേ, മക്കളുടെ കല്യാണത്തിൽ ലക്ഷങ്ങൾ കൊടുത്ത് ചെലവഴിക്കില്ലേ, രോഗം വന്നപ്പോ ലക്ഷങ്ങൾ മുടക്കിയില്ലേ, ഇനി രോഗം വന്ന ലക്ഷങ്ങൾ മുടക്കില്ലേ. അതുകൊണ്ട് രോഗം വരാൻ കാത്തു നിൽക്കണ്ട, മരിക്കാൻ കാത്തു നിൽക്കണ്ട, മക്കള് കൊടുക്കുമെന്ന പ്രതീക്ഷ വേണ്ട, മക്കള് മരിക്കാൻ കാക്കുകയാ. ചില മക്കളൊക്കെ പറയലുണ്ട്, ഉസ്താദേ ഉപ്പാക്ക് സുഖമില്ല, സലാമത്താവാൻ ദ്വാരക്കണം ഉസ്താദേ, സലാമത്താകണം ദ്വാരക്കണം എന്ന് പറഞ്ഞ ഉപ്പോണ്ട് മരിച്ചു കിട്ടാനാ, കൽബിന്റെ ഉള്ളിലുള്ള കൊതി ഉപ്പ മരിച്ചു കിട്ടാനാ, സ്വലാത്ത് ദുആ ചെയ്യാൻ സംഭാവന കൊണ്ടുവന്നവൻ ഉസ്താദേ വലിയ മുറാദ് ഹാസിലാകാ. അവനോട് ചോദിക്കപ്പെട്ടു, അല്ല മോനെ നിന്റെ മുറാദ് എന്താ? ഉസ്താദേ സീക്രറ്റാ, ഇത് പറയാൻ പറ്റിയ മുറാദല്ല. ഉസ്താദ് പറഞ്ഞു, മോനെ നിന്റെ മുറാദ് പറഞ്ഞോ. മുറാദ് മനസ്സിൽ വെച്ച് ദുആ ചെയ്താ അല്ലാഹ് പെട്ടെന്ന് ഉത്തരം തരുമല്ലോ. ആരോടും പറയില്ല, മുറാദ് പറഞ്ഞോ. പൊന്നുമോൻ മുറാദ് പറഞ്ഞത് എന്താണെന്നറിയോ? ഉപ്പമാറ് കേക്കണേ, ഉമ്മമാറ് കേക്കണേ, ഉസ്താദേ എന്റെ ഉപ്പോണ്ട് മരിച്ചു കിട്ടണേ. ഇതാ പൊന്നുമോന്റെ മുറാദ്. അല്ല മോനെ എന്തിനാ? ഓൻ പറയുന്നു, ഉസ്താദേ ഉപ്പാക്ക് ലക്ഷങ്ങൾ കോടികൾ വരുന്ന സ്വത്തുപ്പാന്റെ പേരിലുണ്ട്, അത് ഓഹരി വെക്കുന്നില്ല, അത് വിധിച്ചു തരുന്നില്ല. ഞങ്ങൾക്ക് സുഖിക്കണ്ടേ ഉസ്താദ്, ഞങ്ങൾക്ക് വീട് വെക്കണ്ടേ ഉസ്താദ്? ഉപ്പ പറയുന്നത് മരിച്ചിട്ടല്ലാതെ കിട്ടൂല, ഞാൻ മരിക്കാതെ തരൂല. ഉപ്പ പറഞ്ഞപ്പോ പൊന്നുമക്കളുടെ പണി എന്താ? സ്വലാത്തിന് നേർച്ച, മുറാദ് ഹാസിലാവാ. മക്ബറയിൽ നേർച്ച, മുറാദ് ഹാസിലാവാ. വയലിന് നേർച്ച, മുറാദ് ഹാസിലാവാ. എന്റെ ഈ മുറാദ് ഈ ഉപ്പ മരിച്ചിട്ട് മക്കൾക്ക് സ്വത്ത് കിട്ടലോ മുറാദ്. ഇതുപോലോത്ത മക്കളായാലോ എടുത്തു വെക്കണ്ട. ദാരിദ്ര്യം വന്നുപോയാ എനിക്കറിയാ. 2 ഫാക്ടറിയുടെ മുതലാളി, 2 ഫാക്ടറി നടത്തിയ മുതലാളി 6000 ശമ്പളത്തിന് ബേക്കറിയിലെ പണിക്കാരനായിട്ടുണ്ട്. 2 ഫാക്ടറികളുടെ മുതലാളിയായിരുന്നു. 40 ജോലിക്കാരുണ്ടായിരുന്നു. ഒരാൾക്കും കൊടുക്കാടെടുത്ത് വെച്ചത് എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലയോ? ചെലവിന് വേണ്ടി 6000 റുപ്യ ശമ്പളത്തിന് വേണ്ടി ജോലിക്ക് ബേക്കറിയിൽ പോകേണ്ടി വന്നില്ലയോ? ഹബീബ് ചോദിക്കുകയാ, ദാരിദ്ര്യമാണോ, ദാരിദ്ര്യമാണോ കാത്തിരിക്കുന്നത്? കാത്തിരിക്കണ്ട, ഉള്ളത് കൊടുത്തോ. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അല്ല, മാറാവ്യാധികളായ രോഗങ്ങളാണോ? ഇപ്പൊ ആരോഗ്യല്ലേ? അല്ല രോഗം തന്നെ. മാറാവ്യാധികളായാൽ ക്യാൻസറിന് അടിമപ്പെട്ടു പോയാ 2 വെള്ളിയാഴ്ച മുമ്പ് പള്ളിയിലേക്ക് ഒരാൾ വന്നു, സങ്കടം പറഞ്ഞു. ഞാൻ ചോദിച്ചു, അല്ലേ 19 വയസ്സുള്ള ആളാ, ക്യാൻസർ രോഗിയാ, കാഷ്ടം ബാഗില. സുബ്ഹാനല്ലാഹ്, നമ്മള് സുഖമായി കാട്ടിക്കുന്നില്ലേ? സുഖമായി മൂത്രമൊഴിക്കുന്നില്ലേ? സുഖമായി സംസാരിക്കുന്നില്ലേ? സുഖമായി കേൾക്കുന്നില്ലേ? ഒരൊറ്റ തവണ പോലും ഈ കാട്ടിക്കുന്നതിനെ പറ്റി, മൂത്രിക്കുന്നതിനെ പറ്റി, ശ്വാസം വലിക്കുന്നതിനെ പറ്റി, കണ്ണിന്റെ കാഴ്ച പറ്റി കാണുന്നില്ലേ? ഓർക്കുന്നില്ലേ?
ചിന്തിക്കുന്നില്ലേ? കടന്നിട്ട് എണീക്കുമ്പോ പാദരോഗം വന്നവരില്ലേ? വീട്ടിൽ നിന്ന് പോയവർ, അപകടത്തിൽപ്പെട്ട് കാല് പോയവരില്ലേ? കൈ പോയവരില്ലേ? ബോധം കെട്ടുപോയവരില്ലേ? ഓർമ്മശക്തി പോയവരില്ലേ? മാനസിക രോഗികളില്ലേ? എത്രയെത്ര ഉഷാറുള്ളവരാ! കളിക്കുമ്പോ മറിഞ്ഞു വീണവർ, ചിരിക്കുമ്പോൾ മറിഞ്ഞു വീണവർ, ഓടുമ്പോ മറിഞ്ഞു വീണവർ, നടക്കുമ്പോ മറിഞ്ഞു വീണവർ. നിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാ? അതുകൊണ്ട് രോഗത്തെ കാത്തിരിക്കല്ല, രോഗം വരാൻ കാത്തിരിക്കണ്ട. ഇപ്പൊ ആരോഗ്യല്ലേ, ഇഴപ്പ കെട്ടുപോകുമെന്ന് ആര് കണ്ടു? എത്രയെത്ര ആരോഗ്യ ദൃഢഗാത്രോ! 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ കാലുവേദന കൊണ്ട് ബാംഗ്ലൂരിൽ കൊണ്ടുവരപ്പെട്ടു. 2 മാസം കഴിഞ്ഞ് 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് വന്നിട്ട് മയ്യിത്തായിട്ടല്ലയോ? കാലിന് ക്യാൻസർ ബാധിച്ച 19കാരന് കൊണ്ടുപോയിട്ട് തിരിച്ചു വീട്ടിലേക്ക് വന്നിട്ട് 19കാരന്റെ മയ്യിത്ത. അതുകൊണ്ട് ചെറുപ്പക്കാരെ, പണമുള്ളവരെ, മുതലാളിമാരെ, ആരോഗ്യം റബ്ബിന്റെ കയ്യിലാ. പണം കൊടുത്താ കിട്ടുന്നതല്ല. ആരോഗ്യം പോയാ വലിയ കോടീശ്വരം പറഞ്ഞിട്ടുണ്ട്, അവന്റെ ബ്രെയിൻ ട്യൂമറാ. അവൻ പറഞ്ഞില്ലേ, ആചാർ പറഞ്ഞില്ലേ, എന്റെ വീട് വിൽക്കാ, എന്റെ കാറുകൾ കൊടുക്കാ. ബ്രെയിൻ ട്യൂമർ എന്ന് സുഖമായി കിട്ടിയ ട്യൂമർ ഒന്ന് മാറിക്കഴിഞ്ഞ എന്തും ചെലവഴിക്കാൻ ഞാൻ തയ്യാറാ. ഇല്ല, സുഖമായില്ല. ആചാരുടെ കെട്ടിടങ്ങൾ ഉപകാരപ്പെട്ടില്ല, കാറുകൾ ഉപകാരപ്പെട്ടില്ല, തോട്ടങ്ങൾ ഉപകാരപ്പെട്ടില്ല. ആചാര് മരിച്ചു പോയില്ലയോ? അതുകൊണ്ട് മാരക രോഗത്തെ കാത്തിരിക്കണ്ട. അല്ല, നിങ്ങൾ മരണമാണോ കാത്തിരിക്കുന്നത്? മരിക്കണ്ട മുമ്പിനെ, മരിക്കണ്ട സഹോദരാ, മരിക്കണ്ട പെങ്ങളെ, മരിക്കണ്ട ഹാജിമാരെ. ആരോട് ഇല്ലാന്ന് പറഞ്ഞാലും ഉള്ളതും ഇല്ലാത്തതോ അറിയുന്ന റബ്ബില്ലേ. കോടികൾ കൊടുത്താ കിട്ടാത്ത ബ്രെയിനില്ലയോ? കോടികൾ കൊടുത്താ കിട്ടാത്ത ഹാർട്ടില്ലയോ? കോടികൾ കൊടുത്താ കിട്ടാത്ത നിയമത്തില്ലയോ? മരണത്തെ കാത്തിരിക്കണ്ട. മരണം വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, പിന്നെ ആയുസില്ല, പിന്നെ അവസരമില്ല. അതുകൊണ്ട് മരണം വന്നെത്തുന്നതിന് മുമ്പ് എല്ലാം റബ്ബിന്റെ വഴിയിലായി ചെലവഴിച്ചിട്ട് നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരാണ്. നമ്മുടെ മുൻഗാമികളൊക്കെ മരിച്ചു പോയവരാണ്. മരണത്തിന് ആരോഗ്യം പ്രശ്നമല്ല, വയസ്സ് പ്രശ്നമല്ല, അധികാരം പ്രശ്നമല്ല. എല്ലാവരും മരിക്കേണ്ടവരാണ്. ഇന്ന് മരിച്ചാ പിന്നെ പ്രസിഡന്റ് അല്ല, പിന്നെ ഖതീബല്ല, പിന്നെ ഉസ്താദല്ല, മുഅദ്ദിനല്ല, മുഅല്ലിമല്ല, ഹാജാറല്ല. ആളുകൾ മയ്യിത്ത് എന്ന് വിളിക്കുന്ന ഒരു ദിവസം നമുക്ക് വന്നെത്തുമ്പോ അന്ന് സുഖമായി പോകണ്ടയോ? നല്ല ആളുകൾ ലോകത്തോട് വിട പറയുമ്പോ റഖീബ് അതീദ് അലൈഹി വസ്സലാം വന്നിട്ട് പറയുകയാണ്, ജസാക്കല്ലാഹു അന്നാ ഖൈറാ. ഓ മനുഷ്യ, അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. ആ സക്കറാത്തിന്റെ വേദന, ആ മരണത്തിന്റെ വേദന അനുഭവിക്കാൻ കഴിയോ? മരിക്കുമ്പോ ഈമാനോടെ മരിക്കണ്ടേ, നല്ല മരണം കിട്ടണ്ടേ. പെറുക്കിയെടുക്കുന്ന മയ്യിത്താകരുത്, പോസ്റ്റ്മോർട്ടത്തിന് വിധേയക്കപ്പെടുന്ന മരണമാകരുത്, കുടുംബങ്ങൾ കാണാൻ പറ്റാത്ത മയ്യിത്താകരുത്, ആളുകൾ കളിയാക്കി ചിരിക്കുന്ന മരണമാകരുത്. ചിരിച്ച യാത്ര പോകണ്ടേ, ചിരിച്ച യാത്ര പോകാ. ഒരാ